ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ നടന്ന കല്ലേറിലും സംഘർഷത്തിലും UDF പ്രവർത്തകനും പോലീസുകാരനും പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി കരിമ്പുള്ളി സ്വദേശി ഫാറൂഖിനും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ASI ജയകുമാറിനുമാണ് പരിക്കേറ്റത്. ഫാറൂഖിന്റെ തലയിൽ 3 തുന്നലുണ്ട്. പരിക്കേറ്റവർ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാജയ ഭീതിയിലായ LDF ആണ് അക്രമം ഉണ്ടാക്കിയതെന്നും നിയമപരമായി നേരിടുമെന്നും UDF സ്ഥാനാർത്ഥി TP ഷാജി പറഞ്ഞു. ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള കലാശക്കൊട്ട് ആണ് മേലെ പട്ടാമ്പിൽ നിന്ന് ആരംഭിച്ച് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ കലാശക്കൊട്ട് സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഘോഷയാത്ര ആയിട്ടാണ് ടൗണിലേക്ക് കടന്നുപോയത്. ഈ ഒരു സമാധാനപരമായ രീതിയിൽ കടന്നു പോകുന്ന ആ ജാഥയെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഒരു അക്രമം ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് പരിപൂർണമായി ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് അവർ ജാഥയ്ക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ CCTV ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് ടൈം കിഡ്സ് പ്രീ സ്കൂൾ മാന്നന്നൂർ റോഡ് വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.